ഗർഭമാക്കിയോ എന്നാണ്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? നിങ്ങൾക്ക് ഇത് എങ്ങനെ കേട്ടോണ്ട് നിൽക്കാൻ സാധിക്കില്ല? വേറെ വല്ലവരും ആണോ അവൻ ചെവുകുത്തി അടിച്ചു പൊട്ടിക്കാൻ നമ്മളെ കാര്യം പറയല്ല. രേണുസുതി വേഴ്സസ് വിവി ഹിയർ. രേണുസുതി ഒരു വീഡിയോ ആയിട്ട് മിനിഞ്ഞാന്ന് വന്നിട്ടുണ്ടായിരുന്നു. അത് റിയാക്ട് ചെയ്തിട്ടുണ്ട്, ഞാനും എല്ലാരും ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം വിവി ചേട്ടൻ ചെയ്ത ഒരു വീഡിയോ. ആ വീഡിയോയില് ചേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട്, പറഞ്ഞതിൽ ഒരു തെറ്റും ഉണ്ടായിട്ട് തോന്നുന്നില്ല എനിക്ക്. കാരണം ഞാൻ വല്ലതും ആയിരുന്നെങ്കിൽ കൈ കിട്ടിയതെടുത്ത് തലമണ്ടടിച്ച് പൊട്ടിച്ചത്. അമ്മാതിരി ചോദ്യം ആ ആങ്കർ അവിടെ ഇരുന്ന് ചോദിക്കുമ്പം കിണിച്ചോണ്ടിരിക്കാനൊന്നും ഇവിടെ വേറെ ആർക്കും പറ്റത്തില്ല, നിങ്ങളെ കൊണ്ടേ പറ്റത്തുള്ളൂ. ആ അമ്മാതിരി വൃത്തിയായിട്ട ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ സത്യമായിട്ട് പറയാമല്ലോ തലമണ്ടടിച്ച് പൊട്ടിച്ചിരിക്കും. നിങ്ങൾക്കത് എന്തോ വലിയ ആനക്കാര്യമായിട്ട് തോന്നി, ഇരുന്ന് കിണിക്കുന്ന കാണുമ്പോ പുച്ഛമാണ് തോന്നുന്നത്. നിങ്ങളൊക്കെ ഒരു സ്ത്രീയാണോ? കുറെ കാലം നിങ്ങൾ വളർത്തി 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 എന്ന് പറയുന്നുണ്ടല്ലോ. ഈ വളർത്തിയ മോനെ കുറിച്ച് നിങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. എന്നിട്ട് അത് കേട്ടിട്ട് നിങ്ങൾ ചിരിച്ചുകൊണ്ടങ്ങ് ഇരിക്കുക. ഗർഭമാക്കിയോ എന്നാണ്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? നിങ്ങൾക്ക് ഇത് എങ്ങനെ കേട്ടോണ്ട് നിൽക്കാൻ സാധിക്കില്ല? വേറെ വല്ലവരും ആണോ അവൻ ചെവുകുത്തി അടിച്ചു പൊട്ടിക്കാൻ നമ്മളെ കാര്യം പറയല്ല. ഇതാണ് വിവി ചേട്ടൻ അവിടെ പറഞ്ഞ കാര്യം. സ്വാഭാവികമായിട്ടും ആരാണേലും ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമാണത്. പെണ്ണായിട്ടിരിക്കുന്ന ഒരാൾക്ക് അത് കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവർ മുൻകൂട്ടി തന്നതല്ലേ? അത് വായിച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് തോന്നിയില്ല ഈ ചോദ്യം ഇതിൽ വേണ്ട, ഇതിന്റെ ആവശ്യമില്ല എന്ന് തോന്നിയില്ലേ? തോന്നത്തില്ല. എങ്ങനെങ്കിലൊക്കെ വിവാദം ഉണ്ടാക്കി അടുത്തത് ഇങ്ങനെ വൈറലായിട്ട് നിക്കണല്ലോ. ആ ഒരു ഇതിൽ നിൽക്കുമ്പോ നിങ്ങൾക്ക് ഒരു കോപ്പും തോന്നത്തില്ല. പനിയാണ്, സൗണ്ട് മാറിയിട്ടുണ്ട്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം പറയാനും മറക്കരുത്. നിങ്ങളെ പേടിക്കാൻ മാത്രം നിങ്ങൾ ആരുവാ? നിങ്ങള് വേറൊരു ചാനലിനെയും കൂട്ടി പിടിച്ചിട്ട് ഈ വിവി എന്ന് പറയുന്ന വ്യക്തിക്ക് 6 സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തോ നിങ്ങൾ വിവിനെ പേടിച്ചിട്ടാണോ 6 സ്ട്രൈക്ക് കൊടുത്തത്? അതോ ഇനിയും വിവി വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പലതും ഒക്കെ പുറത്തു വരും എന്ന് പേടിച്ചിട്ടാണോ നിങ്ങൾ സ്ട്രൈക്ക് കൊടുത്തത്? നിങ്ങൾക്ക് സ്ട്രൈക്ക് കൊടുക്കാം, വേറൊരാൾക്ക് അത് തിരിച്ചു തരാൻ പാടില്ല. അത് എവിടത്തെ ന്യായവാ? പിന്നെ ഞാനൂല എന്നുള്ള വിളി നിങ്ങൾ കണ്ണാടി നോക്കാറുണ്ടോ? ഒന്ന് കണ്ണാടി നോക്കണം കേട്ടോ, എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ബോഡി ഷെയിം ചെയ്യാൻ പോകണം. നിങ്ങൾ ആദ്യം ഒന്ന് കണ്ണാടി നോക്ക്. വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വ്യക്തിയുടെ വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കൊക്കെ വിളിക്കാം. നിങ്ങൾക്ക് എന്തുവാ ഇത്? നിങ്ങളുടെ കയ്യിലിരിപ്പിനാണ് നിങ്ങളുടെ വീട്ടിലിരിക്കുന്നവരെ നാട്ടുകാർ വിളിക്കുന്നത്, അല്ലാന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ കയ്യിലിരിപ്പ് ഒന്നുകൊണ്ട് മാത്രം. അതുപോലെയല്ല ബാക്കിയുള്ള ആൾക്കാര്. നിങ്ങൾക്ക് വിമർശിക്കണമെങ്കിൽ അങ്ങേരെ വിമർശിക്ക്, ആരും ചോദിക്കാനും പറയാനും വരത്തില്ല. നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട് നിങ്ങളുടെ വീട്ടുകാരെ ആൾക്കാർ തെറി വിളിക്കുന്നെന്ന് വിചാരിച്ചിട്ട് അതേപോലെ ബാക്കിയുള്ള ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ ആരും മിണ്ടാണ്ടിരിക്കത്തില്ല, തിരിച്ച് നല്ലത് പറയും. ഇങ്ങനെയൊക്കെ പറയുമ്പോ സ്ട്രൈക്കും കിട്ടും. ചിലപ്പോ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന തന്തയ്ക്കും തള്ളയ്ക്കും വരെ വിളിക്കും. അപ്പൊ നിങ്ങൾ അത് മിണ്ടാണ്ടിരുന്ന് കേൾക്കണം. അല്ല ചുമ്മാ ഇരിക്കുന്ന ആൾക്കാരുടെ അണ്ണാക്കി കോലിട്ട് കുത്തിയിട്ട് ഇളക്കിയിട്ട് അങ്ങേര് എന്തേലൊക്കെ ചെയ്യുമ്പോ അത് അവർക്ക് പ്രശ്നം. നിങ്ങൾക്ക് ഇത് തന്നെ ഇല്ലായിരുന്നോ വേണ്ടേ? ആരേലും ഒക്കെ പ്രതികരിക്കണം, എന്നിട്ട് അത് ചർച്ചയാവണം, വിവാദമാവണം, കുറച്ച് വ്യൂസ് കിട്ടണം, പൈസ കിട്ടണം. ഇതിനല്ലേ നിങ്ങൾ ഓരോരുത്തരുടെ ഉണ്ടാക്കി കൊണ്ടുപോയി കോലിട്ട് കുത്തിയത്? ഞാൻ ഒരു പ്രത്യേക വീഡിയോ എടുക്കാനാണ് വന്നത്. ഞാൻ കുറച്ച് പറയണ്ടെന്നൊന്നും പറയണ്ടെന്ന് ഓർത്തില്ല. ഞാൻ ഹോസ്റ്റലിലൊക്കെ പോയിട്ട് ക്ഷീണിച്ച് വന്നില്ല. പക്ഷെ ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവും. ഞാൻ മിന്നാതൊരു വീഡിയോ ഇട്ടായിരുന്നു, എന്റെ ബ്ലോഗ്, എന്റെ യൂട്യൂബിൽ എന്നെ ഈ എന്തുവാ മിണ്ടാതിരുന്ന പട്ടിയുടെ വായിക്കാത്ത പോലിട്ട് കൂട്ടി പറഞ്ഞ അവസ്ഥയാണ്. ഞാൻ മര്യാദക്ക് മിണ്ടാതിരുമാരുടെ എല്ലാം കേട്ടോണ്ട് ഇത്രയും എന്നെ വിട്ടിട്ട് ഒരു 200-300 വീഡിയോസ് എടുത്ത് ഇവന്മാരുടെയൊക്കെ എന്ത് കേട്ട് ഞാൻ മിണ്ടാതിരിക്കും. അപ്പൊ നിനക്കൊക്കെ പേടി വന്നല്ലേ മറ്റേ മഞ്ഞത്തൊപ്പിക്കാരെ? അത് ഞാൻ വെറുതെ തൊപ്പിയുടെ കളറങ്ങ് മാറ്റിയേര് കേട്ടോ. മഞ്ഞത്തൊപ്പിക്കാരാതെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. അല്ലെ ആ കളറൊക്കെ മാറ്റിയേര്. പക്ഷെ വേണ്ട ചെയ്യാത്ത നീ എന്റെ യൂട്യൂബ് ചാനൽ നീ റിപ്പോർട്ട് എഴുതി ഒരു പെണ്ണ്. നിങ്ങൾ വീഡിയോ ചെയ്തോ, വിമർശിച്ചോ, ആർക്കും ഒരു പരാതിയില്ല. കുറച്ച് വ്യൂസ് കിട്ടേണ്ട കാര്യല്ലേ? നിങ്ങൾ ചെയ്യ്.
പക്ഷെ നിങ്ങൾ എന്തിനാ ഈ വീട്ടിലിരിക്കുന്ന തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നത്? ഇപ്പോഴും നിങ്ങൾ വിളിച്ചു. ചുമ്മാ ഇരിക്കുന്ന പോലെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ സ്ട്രൈക്ക് അല്ല, ഇനിയിപ്പോ ആ ചാനൽ തന്നെ പൂട്ടിയെന്നിരിക്കും. അപ്പൊ നിങ്ങൾ എന്തോ ചെയ്യും? തലകുത്തിയിരുന്ന് മറിയോ? ഇരുന്ന് കരയോ? ആകെയുള്ള ഒരു വരുമാന മാർഗമാണ് ഇപ്പൊ യൂട്യൂബ് എന്നുള്ള കാര്യം നിങ്ങൾ അങ്ങ് ആലോചിക്കണം. നിങ്ങൾ ഇങ്ങനെ ഒരാളെ പ്രലോഭനം എന്ന് പറഞ്ഞ സാധനം ചെയ്ത് അവസാനം അവർക്ക് മടുത്ത് അവർ ആ ചാനൽ അങ്ങ് പൂട്ടിച്ചു കഴിഞ്ഞാൽ എന്തോ ചെയ്യും ഇനി? കൂടെ നിന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നില്ലേ രേണുസുതി? ആരെങ്കിലും ഇപ്പൊ നിങ്ങളുടെ കൂടെ ഉണ്ടോ? കാരണം എന്തുവാ? സഹായിച്ച ആൾക്കാരൊക്കെ നിങ്ങൾ വെറുപ്പിക്കും. സഹായിച്ച ആൾക്കാരെ മൊത്തം നിങ്ങൾ തെറി വിളിക്കും, സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടും. ഇതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ? നിങ്ങൾ എന്തിനാ? നിങ്ങൾക്ക് മര്യാദക്ക് നിങ്ങളുടെ കുറെ വീഡിയോസോ നിങ്ങളുടെ കുറെ കാര്യങ്ങളോ ഇട്ടിട്ട് നിങ്ങൾ പോവാ. ആരും ചോദിക്കാനും പറയാനും വരത്തില്ല. ഇന്റർവ്യൂ നിങ്ങൾ കൊടുത്തോ? നല്ല രീതിയിലുള്ള ഇന്റർവ്യൂകൾ കൊടുക്കുക, ആർക്കും പരാതിയില്ല. ഇതിരുമാതിരി ഒരു വർത്തമാന ആങ്കർ പറയാൻ, അല്ലെങ്കിൽ നിങ്ങൾ ചോദിപ്പിച്ചല്ലേ ഇവരെ കൊണ്ട്? ഈ അതുല് എന്ന് പറയുന്ന വ്യക്തി അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. ക്ലിക്ക് ബൈറ്റ് ആണ് അത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ വീഡിയോ വന്നിട്ട് മാസം കുറച്ചായി. നിങ്ങൾക്ക് ആ സമയത്ത് പ്രതികരിക്കായിരുന്നല്ലോ, അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമായിരുന്നു, നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ വീഡിയോ ആയിട്ട് വരായിരുന്നല്ലോ. നിങ്ങൾ അതൊന്നും ചെയ്യാതെ ആ പ്രശ്നമേ ആൾക്കാർ മറന്ന സമയത്ത് ഇമാതിരി നിങ്ങളൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ അല്ലെങ്കിൽ ഈ ആങ്കറിനെ കൊണ്ട് നിങ്ങൾ ചോദിപ്പിച്ച അതിനൊരു മറുപടി ആയിട്ട് വന്നു. ആ സമയത്ത് ഒന്നോ രണ്ടോ ആൾക്കാരെ കണ്ട വീഡിയോ നിങ്ങളുടെ ഇന്റർവ്യൂ കാരണം എത്ര ആൾക്കാർ കണ്ടു കാണും അല്ലേ? നിങ്ങളാണ് നിങ്ങളുടെ കുഴി തോണ്ടുന്നത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാണ്ട് നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നന്നാവാനുള്ള ആൾക്കാരാണെങ്കിൽ പണ്ടേ നന്നായേനെ. ഇത് ഞാൻ നന്നാവില്ല, എന്നെ തല്ലണ്ട എന്ന് പറഞ്ഞ് നടക്കുന്ന നിങ്ങളോടൊക്കെ ഒന്നും പറയാനില്ല. ശരി എന്നാ, തരാ.